സുനിലേട്ടാ, എന്തൊക്കെയുണ്ട്? കൊറേ ആയല്ലോ നിങ്ങൾ പെണ്ണൊക്കെ തപ്പി നടക്കുന്നു. ഒന്നും ആയില്ലേ? ഒന്നും അവിടെ സെറ്റ് ആയില്ല. എത്ര പേരെ കണ്ടു? ഒരു 200 അടുപ്പിച്ച്. ഇവിടെ എന്താ വേറെ പെണ്ണുങ്ങളെ കിട്ടായിട്ടാ നിങ്ങൾ ലോകം മൊത്തം നോക്കി നടക്കുന്നേ? അത് പിന്നെ ഓരോരുത്തരുടെ മനസ്സിലുള്ള ഇഷ്ടം നമ്മളോട് പറഞ്ഞാലേ അറിയുള്ളൂ രേഷ്മ. അതും ശരിയാ. നിങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ ആരും പറയില്ല. കണ്ടാ തന്നെ പറയാൻ തോന്നണ്ടേ? തലയിൽ മുടിയില്ല, കഷണ്ടി. ഇപ്പത്തെ പെണ്ണുങ്ങൾക്കൊന്നും ഇത് സെറ്റ് ആവില്ല. അതുകൊണ്ട് ഇതാ ഇത് വെച്ചോ. ഇവിടെ വന്നാ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. ഈ കഷണ്ടി ഒന്നും അല്ലാന്ന് നാട്ടുകാരെ കാണിക്കാം. പിന്നെ ഇപ്പൊ വന്നാ എന്റെ പേര് ഡിസ്കൗണ്ട് ചെയ്ത് തരാം. ഞാനിപ്പോ അവിടെ ജോലി ചെയ്യുന്നത്. ആളെ പിടിക്കിറങ്ങിയതാണല്ലേ? കണ്ണിക്കുന്നു ചേട്ടനെല്ലാം കേട്ടില്ലേ? എല്ലാം കേട്ടു. ഉള്ള കോൺഫിഡൻസ് മൊത്തം പോയോ? പോയി ചേട്ടാ. ഈ പെണ്ണ് കിട്ടുന്ന സംശയം. സാമദ്രോഹി. പേടിക്കണ്ടോ, അതിനൊക്കെ ഒരു മാർഗമുണ്ട്. ഇപ്പൊ പോയ കോൺഫിഡൻസും പോകാനിരിക്കുന്ന കോൺഫിഡൻസും ഒക്കെ തിരിച്ചു പിടിക്കാൻ എൻ്റെ ഒരൊറ്റ മോട്ടിവേഷൻ ക്ലാസ് ആയിട്ട് താനിരിക്കും പറഞ്ഞുതരാം. മോനെ, ലോകത്തെല്ലാ വലിയ മഹാന്മാരും ഇങ്ങനെയല്ലേ ഉയരങ്ങളിലെത്തിയത്? ഒരു കാര്യം അറിയൂ, ഈ ബില്ലടയ്ക്കാൻ കാശില്ലാത്തവൻ്റെ നേരെ ഗേറ്റ് കൊട്ടിയടച്ച സെക്യൂരിറ്റി ഗാർഡ് ഇന്ന് ആരാ? ബിൽ ഗേറ്റ്സ്. എൻ്റെ ഒരൊറ്റ മോട്ടിവേഷൻ ക്ലാസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വന്തം മുഖം, ഫേസ്, സ്വന്തം പുസ്തകത്തിൻ്റെ മുകളിൽ തലവെച്ചുറങ്ങിയതിൻ്റെ പേരിൽ മാഷ് പുറത്താക്കിയ ആള് ആ വാശിപ്പുറത്ത് തുടങ്ങിയതാണ് ഫേസ്ബുക്ക്. അതുപോലെ തന്നെ അവൻ ജനിച്ചു വളർന്ന ഇൻസ്റ്റ എന്ന ഗ്രാമം അവൻ്റെ ആക്കാൻ വേണ്ടി തുടങ്ങിയതല്ലേ ഇൻസ്റ്റാഗ്രാം. അങ്ങനെ എത്ര എത്ര കഥകൾ. ഇതൊക്കെ സത്യമാണോ? സത്യം. അതുകൊണ്ട് മോനൊരു കാര്യം ചെയ്യും, എത്രയും പെട്ടെന്ന് തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യും. 1,00,000 രൂപയല്ലേ ഫീസ്. ഇനി മോനുണ്ടല്ലോ കോൺഫിഡന്റ് ആയിട്ട് ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞു 3 പ്രാവശ്യം ഐ ക്യാൻ ഡു ഇറ്റ്. അങ്ങനല്ല, ഐ ക്യാൻ ഡു ഇറ്റ്, ഐ ക്യാൻ ഡു ഇറ്റ്, ഐ ക്യാൻ ഡു ഇറ്റ്, ഐ ക്യാൻ ഡു ഇറ്റ്. മോൻ പോയി വണ്ടി കയറി. അപ്പൊ അയാൾ സെറ്റ് ആയില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഒന്നെങ്കിൽ എനിക്ക് കിട്ടും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. കമ്മീഷൻ എത്തിക്കണേ. തീർച്ചയായിട്ടും we can do it. നീ ഒരുത്തം പോന്നു. ഞാൻ പിന്നാലെ വരാം.